കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ? ഒരു അങ്ങനെ കൊടുത്ത ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവൻ ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് മേടിക്കുന്നതിനുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളാൽ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പം അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പം എന്നെ സംബന്ധിച്ച്, ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു പരിധി വരെ ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാൻ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് ഫ്ലെക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ പണത്തെക്കാൾ വരികയാണ്. അതുപോലെ ഇവിടെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കോൾസ് വരാറുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പണ്ട് പേരുകൾ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെ ഇഷ്യൂ ആയതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ഈ ജാനകി എന്നുള്ള പേര്? അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് പോലെ നമുക്കറിയാം, ഇപ്പം എല്ലാ മതത്തിലും ഈ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കും ഇടുക അല്ലേ? ഇപ്പോൾ ഇവിടെ അല്ലേ, മേരി, ഈശോ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ക്രിസ്ത്യൻ ഇതിലാണ് മറ്റേ ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് അതുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും, ലാലേട്ടനായാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളുടെ പേര് തന്നെ. ഞാനും ഒരു ദൈവത്തിൽ ജോണോ ജോണി എന്നൊക്കെ ആയിരിക്കും, ഫ്രാൻസിസ് എന്നാ എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അല്ലേ, അപ്പം ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഭയങ്കര കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബിജു, അരുൺ, റോണി, അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ. അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു സൈറ്റിന് തുടങ്ങും. ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നും പറഞ്ഞ സൈറ്റ് തുടങ്ങും. നമ്മൾ ഇതിനെയൊക്കെ എന്താ പറയുക, ക്യാൻസർ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒന്ന് കീമോ ചെയ്യണം, അല്ലെ കരിക്കണം, അല്ലെ മരിക്കണം, അത്രയേ ഉള്ളൂ. അനുഭവിക്കുക, വേറൊന്നും പറയാതിരിക്കില്ല.
ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ല എന്നാ പറയുന്നത്. പക്ഷെ അവർ തന്നെ ആരായാലും അവരായിട്ട് വലിയ പ്രവർത്തിക്കുന്നവരല്ലേ ചിന്തിക്കണം. അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമല്ലേ, ഭയങ്കര പൊട്ടത്തരമല്ലേ. എന്തായാലും അരുണും റോണിയൊക്കെ സേഫാ. ഓക്കെ. ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു സീനിയർ ഇവിടെ തൃശ്ശൂർ ഉണ്ടായിരുന്ന ഡോക്ടർ പ്രവീൺ എന്ന പുള്ളിയുടെ പേര്. ഇപ്പൊ പുള്ളിയുടെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് പോയി കഴിഞ്ഞപ്പോൾ പട്ടി കിടന്ന് ഭയങ്കര കൊര. അതിനുശേഷം പട്ടി കിടന്ന് ഭയങ്കര കൊര. പുള്ളി കൊങ്കണിയാണ്. പുള്ളി വന്നിട്ട് എന്തോ പട്ടിയുടെ അടുത്ത് പറഞ്ഞു, മറ്റേ അൽക്കോ ചുബലേ 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 2-3 പറഞ്ഞു. അപ്പൊ പട്ടി കുറെ നിർത്തുന്നില്ല. അപ്പൊ പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു, പുള്ളി പട്ടി കുറെ നിർത്തുന്നില്ല. സോ പുള്ളിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. ഇവര് തമ്മിൽ വീണ്ടും കൊങ്കണി സംസാരിച്ചു. എന്തോ സംസാരിച്ചിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവീണിന്റെ ഫാദർ പെട്ടെന്ന് വെച്ചാല് റോണി റോണി ഒരു നിർത്തി. ആ പട്ടിയുടെ പേര് റോണി എന്നായിരുന്നു, മനസ്സിലായി. അപ്പോ റോണിയൊക്കെ ഡേഞ്ചറാ. അല്ല, റോണി ബിജു സേഫ് ഒന്നുമല്ല, റോണിയൊക്കെ ഡേഞ്ചറാ. റോണി, റോക്കി, ടിപ്പു ഒരു അല്ല പറഞ്ഞത്, പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ ചില പ്രാവുകൾക്ക് ഞാൻ എന്റെ സുഹൃത്തിന്റെ ഒരു പ്രാവിനെ ജാനകി എന്ന് കേട്ടിട്ടുണ്ട്, മസക്കലി എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സീതാദേവിയുടെ പേര് ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല, ആ പര്യായങ്ങൾ ഇടാൻ പാടില്ല. നമ്മളിപ്പോ എന്തോ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു. ജോണിച്ചേട്ടൊന്നും പറയാൻ പറ്റില്ല. നീ വെറുതെ വളച്ചൊടിക്കല്ലേ കാര്യങ്ങൾ. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കാര്യങ്ങളും പറഞ്ഞു മാറ്റി. നിങ്ങൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 60 പേര് വരും, എന്നിട്ട് 2 പേര് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. മോനാണ് ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ BSc റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ അറിയാമായിരിക്കുക. 2 പേര് ചോദിക്കും. അല്ല, നിങ്ങൾ അവർ ആരും ഒരു ചോദ്യം ചോദിക്കില്ല. സ്ക്രിപ്റ്റ് റൈറ്ററോട് ഒരു ചോദ്യം. ഓരോ കേരളീയനും ഓരോ ഭാരതീയനും കാണാൻ ഇഷ്ടപ്പെടുന്ന, സ്വപ്നത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് സീനും ഇൻട്രോ സീനും അത് തന്നെയായിരുന്നു. ആ തോട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? അല്ല, നമ്മള് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയിൽ ഒരു അപ്പൻ മകൻ്റെ അടുത്ത് കഥ പറഞ്ഞു തുടങ്ങി ഒരു വീട്ടിൽ നിന്ന് ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ സബ്ജക്ട് എത്തുന്നത്. അറിയാലോ, ടോണി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാൾക്ക് അറിയാവുന്ന ആകെയുള്ള കാര്യം എൻ്റെ അപ്പനെ കൊണ്ട് എൻ്റെ ആഗ്രഹം സമ്മതിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാം ആയി എന്നാണ് ആ ക്യാരക്ടർ ചിന്തിക്കുന്നത്. പക്ഷെ അയാൾ ചിലപ്പോൾ അപ്പൻ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ പുറത്തോട്ട് വിടാൻ നിർബന്ധിക്കുന്നത് ആളുടെ എക്സ്പീരിയൻസ് ആണ് ലൈഫിലെ. ഇവിടെ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള കഴിവ് നിനക്കില്ല എന്നുള്ള ഉൾബോധ്യം പുള്ളിക്ക് നേരത്തെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ അവിടെ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് അവന്റെ ഇഷ്ടം അപ്പൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു തോന്നലാണ്. അവിടെ നിന്ന് അവനവന്റെ സുഹൃത്തുക്കളും കൂടി ഇതുപോലത്തെ ഒരു സംരംഭം, നേരത്തെ പറഞ്ഞ വരവേൽപ്പായാലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാവരും മോശക്കാരാണെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ നമ്മുടെ മുൻ MP ശ്രീ AM ആരിഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പല ട്രേഡ് യൂണിയനുകൾ, പല ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനറലൈസ് ചെയ്യാനല്ല. അപ്പോ ആ കാര്യങ്ങൾ അവൻ പിന്നീട് അറിയണത്. പക്ഷെ അതവൻ എഫർട്ട് എടുത്ത് അതിനെ മറികടന്ന് അപ്പൊ അപ്പൻ പറയുകയാണെങ്കിൽ ഈ ചങ്കറപ്പുള്ളവനാണെങ്കിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളിടത്ത് അവന് പ്രതികരിക്കാൻ തോന്നണം. അതിന്റെ ക്ലൈമാക്സിന് തൊട്ട് പിന്നെ CM വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശബ്ദം ഒരുപാട് പേര് ശബ്ദമാകുമ്പോൾ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം വളരെ പോസിറ്റീവായിട്ട് കാണിച്ചാലേ നിങ്ങൾക്ക് ഒരു പടം തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇതാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ തോട്ടിലേക്ക്. ഞാൻ ഉദ്ദേശിച്ചത് 3 മുന്നണികളും ഒരുമിച്ച് വരുന്ന ഒരു സീനാണ് ഉദ്ദേശിച്ചത്. 3 മുന്നണികളും ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു സീൻ. അത് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്ന മാത്രമായ ഒരു സീനാണ്. ആക്ച്വലി മൈഗ്രേഷനേക്കാൾ കൂടുതൽ നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു തോട്ടിനായിരുന്നില്ലേ? ഉറപ്പായിട്ടും അങ്ങനെ നിന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അവര് 3 പേരും ഒരുമിച്ച് നിന്നിട്ടില്ലെന്നുള്ളത്. ഇവിടെ പ്രളയം സംഭവിച്ചു അല്ലെങ്കിൽ കോവിഡ് സംഭവിച്ചു, ആ സമയത്ത് അതിന്റെ ആദ്യത്തെ സമയങ്ങളൊന്നും ഒരു മുന്നണി അങ്ങോട്ടും കൂടെ കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ജാതി മതം ഉണ്ടായിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങള് അവിടെ പോയി താമസിക്കണു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീ പിണറായി വിജയൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാം കൂടി ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചൊരു ഡയലോഗ് ഉണ്ട്.
വളരെ പ്രസക്തമായിരുന്നു. അത് ചെളി പോലെ. അന്ന് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ആ ഒരു തോട്ടാണ് ഞാൻ എടുത്തത്. ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും മലയാളികൾ. പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിനെ വേർതിരിക്കലും കാര്യങ്ങളുണ്ടായത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ മഹാമാരിയായിട്ട് തന്നെയാണ് നമ്മൾ ആ പടത്തിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടെ കോവിഡും പ്രളയം സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നു, അതുപോലത്തെ ഒരു മഹാമാരി, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ.